ഒരു മാർക്ക്, 2 മാർക്ക്, 3, 4, 5. 80-5 പൊട്ടി. എടാ മാർക്ക് കൂട്ടിട്ട് എങ്ങനെയുണ്ട്? 5.5 മാർക്ക്. അര മാർക്ക് നിനക്ക് എങ്ങനെയാ കൂടുതൽ കിട്ടിയ? എന്റെ മത്സരം എന്നും നിന്റെ കൂടെയാണ്, അതുകൊണ്ട് മുൻതൂങ്ങി നിൽക്കും. എന്തോന്ന് മാർക്ക്? മിസ്റ്റർ അടപ്രഥമൻ, എന്തായി തന്റെ മാർക്ക്? ഒരു അടപ്രഥമൻ ബോയ്സ് ഹോസ്റ്റലിൽ വെക്കാൻ നമുക്ക് ഭാഗ്യം കാണോ? മാർക്കിൽ ഞാൻ തൃപ്തനല്ല. 80-ൽ 79 ആയിരിക്കും. അല്ല, 79.75. യവനെയൊക്കെ മുക്കാലി കെട്ടി അടിക്കണം. ഞാൻ ഈ മാർക്ക് അച്ഛനോട് എങ്ങനെ പറയും? മൂക്കൊണ്ട് പറ. എടാ പ്രഥമ, നിനക്ക് ഈ മാർക്ക് പോരേടേ? പോരാ. പഠിച്ചോണ്ടിരുന്ന എന്റെ മനസ്സ് ഇടയ്ക്ക് എവിടെയോ തെന്നി മാറാൻ കാരണക്കാരൻ നിങ്ങൾ രണ്ടുപേരുമാണ്. ഞങ്ങളാ? യെസ് യെസ്, യു ടു ആർ ദ ആബ്സല്യൂട്ട് ഡിസ്റ്റർബൻസ് ഫോർ ലൂസിംഗ് മൈ കാൽ മാർക്സ്. നിനക്ക് മാർക്ക് പറഞ്ഞത് കാറൽ മാക്സ് എന്ത് ചെയ്തറാ? കാറൽ മാക്സ് അല്ല, എന്റെ നഷ്ടപ്പെട്ടു പോയ കാൽ മാർക്ക്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മാർക്ക് കുറയാൻ കാരണം നീയാണെന്ന് പറഞ്ഞാൽ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? റൈറ്റ്, ഞങ്ങൾ തോറ്റു, നീ ജയിച്ചു. മോഡൽ എക്സാം ആയത് കൊണ്ട് ഞാൻ വെറുതെ വിട്ടു. ഫൈനൽ എക്സാം വല്ലതുമായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നീ എന്തരയോടാ? വായിൽ തോർത്ത് തിരികെ കയറ്റി കൂമ്പിനിടിച്ച് അശയിൽ വിരിക്കും ഞാൻ. ഇല്ലത്തെ പാരമ്പര്യം എന്തെന്ന് നിങ്ങൾക്ക് അറിയില്ല. പ്രഥമ, നീ അങ്ങനെയൊക്കെ പറയാൻ വളർന്നു. വളർന്നു. ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞ് ഈ റൂം വെക്കേറ്റ് ചെയ്യാൻ പോകുന്നു. എടാ പ്രഥമ, നീ അങ്ങനത്തെ കയ്യബത്തൊന്നും കാണിക്കരുത്. നീ ഇവിടെ വന്നതിന് ശേഷവും ഞങ്ങൾക്ക് അടുക്കും ചിട്ടയും വന്നത്. പ്രത്യേകിച്ച് കുളിയും പല്ലുതേപ്പും വരാ. അതെങ്ങനെ? കാരണം നിന്റെ പേസ്റ്റ് ഇംപ്രഷൻ തോർത്തെടുത്തിട്ട് നമ്മൾ കുളിക്കാൻ നിനക്കൊക്കെ ചെയ്യണത്. ആ പേസ്റ്റ് ഒന്നും തരൂ, ഒന്ന് പല്ലിച്ചില്ല. ഈശ്വര, 100% കീടാണു. എന്റെ സോപ്പ് എനിക്ക് അലർജി വരത്തേ ഉള്ളൂ. അങ്ങനെ അലർജി എന്ന് വരുമെന്ന് നീ പേടിക്കണ്ട. കൂടിപ്പോയാ വട്ടച്ചൊറി. ഇവന്റെ ഇടുക്കിന്റെ അവിടെ ചെറുതായിട്ടുണ്ട്, കണ്ടുപിടിക്കൂലെന്ന് കരുതിയ. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കാതെ എന്റെ പാർലേജി ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചതും നിങ്ങളായിരുന്നു അല്ലേ? ട്രീറ്റേഴ്സ്. അതിന്റെ ഗതികേടം നമുക്കില്ല പ്രഥമ. നീ പാർലേജി ബിസ്ക്കറ്റ് ആർക്കും കൊടുക്കാതെ കഴിക്കണ കണ്ടോണ്ട് അന്ന് രാത്രി ശങ്കരൻ, എന്റെ ചങ്ക് കൂട്ടുകാരൻ, എനിക്ക് പാർലേജി ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്നു. അറിയാമോ? എടാ, അന്ന് വാങ്ങിച്ചോണ്ട് പാർലേജി ബിസ്ക്കറ്റ് ഇല്ലേ, അത് ഇവന്റെ ബാഗിന് അടുത്ത തന്നെ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഗതികേട് ഇല്ലടാ. ഇത് ഞാൻ സാറിനോട് കംപ്ലൈന്റ് ചെയ്യും. എന്റെ അടപ്രഥമ, ഈ സ്കൂൾ ലൈഫ് ഒക്കെ കഴിഞ്ഞാൽ നിനക്ക് ഓർക്കാൻ ഇവന്റെ വട്ടച്ചൊറി നമ്മളെ ഈ തമാശകളൊക്കെ അല്ലേ ഉള്ളൂ. ജസ്റ്റ് ലീവ് ഇറ്റ് മാൻ. ഞാൻ വഴങ്ങില്ല. അങ്ങനെയാണെങ്കിൽ പാർലേജിക്ക് പകരം നമ്മൾ നിന്റെ അടുത്ത കറുത്ത കർച്ചീഫ് തിരിച്ചു തരാം. ഏത് കർച്ചീഫ്? ഏതെന്നാ? അതാണ്ട ഇത്. ഈശ്വര, മരിച്ചുപോയ എന്റെ അപ്പൂപ്പൻ തന്ന കാണാതെ പോയ കോണകം. കോണകോ? ഈ വൃത്തികെട്ട സാധനം മുഖത്ത് കെട്ടിയാണല്ലോ ഈശ്വര ഞാൻ സുന്ദരി പൊട്ടിത്തൊഴിൽ മത്സരത്തിൽ പങ്കെടുത്തത്. ബൈക്കിൽ പോകുമ്പോ പൊടിയടിക്കാതിരിക്കാൻ വേണ്ടി ഇത് മാസ്ക് ആയി കെട്ടി മാസ്ക് കാണിച്ച ഞാൻ ആരായിട്ടാ? എന്റെ മരിച്ചുപോയ കോണകമേ, മുത്തച്ഛ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ആരാ രാവിലെ ഇവിടെ കുരയ്ക്കണം? സാറായിരുന്നു. സാറ് കുറച്ചോ? എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താണ് സാർ, സ്കൂളിടിച്ച് കളയാൻ പോകുന്നോ? അതാ സാറിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ. ഏതാണെങ്കിലും നമുക്ക് സന്തോഷം. ഫൈനൽ എക്സാമിന്റെ ഡേറ്റ് ആയോ സാർ? അതൊന്നുമല്ല, ഇനി വരുന്ന 2 ദിവസം നമ്മുടെ ഹോസ്റ്റലിൽ വെള്ളം ഇല്ലായിരിക്കുന്നതായിരിക്കും. പ്രതിഷേധം, പ്രതിഷേധം, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. നോ ഡ്രിങ്ക്, നോ വാട്ടർ. ബോംബെ പോലെ താമരശ്ശേരി സാർ രാജിവെക്കുക. സ്കൂൾ അടച്ചുപൂട്ടുക, ഹോസ്റ്റൽ അടച്ചുപൂട്ടുക. പ്രതിഷേധം. വിളിയണ ശങ്കര. പ്രതിഷേധം, പ്രതിഷേധം. നിത്ര വെള്ളം ഇല്ലാതെ പനി തുടങ്ങിയില്ല. എപ്പോഴേക്ക് തുടങ്ങിയമ്മര് ഇത് ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല സാർ. ഇന്ന് സ്കൂൾ അടച്ചിട്ടിട്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇന്ന് തുടങ്ങാൻ പോകുന്നതാണ്. ഇന്ന് ഞായറാഴ്ച സ്കൂൾ അല്ലെങ്കിൽ അടച്ചിടണി ചെയ്യണത്. എന്നാലും അടച്ചിടണം. പ്രതിഷേധം, പ്രതിഷേധം. നിനക്കൊക്കെ എന്തടാ, ക്രിമിക്കുത്തനാടാ? Sir, could you please tell me the reason behind the unavailability of water? അമ്മരെ കട്ടി ക്രിമിക്കുത്താടാ നിനക്ക്? അല്ല, വെള്ളമില്ലാത്തതിന്റെ കാരണം എന്തിനാണ്? കടുത്ത വരൾച്ച, അതാണ് വെള്ളമില്ലാത്തതിന്റെ കാരണം. കഴിഞ്ഞ ആഴ്ച ആ കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇതങ്ങനെ പറ്റി. ഞാൻ കുടിച്ച് വറ്റിച്ച്.
പ്രതിഷേധം പ്രതിഷേധം. വെള്ളം കുടിച്ചു വെച്ച താമരാശൻ സാറിനെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യുക, ബോംബെ കൂടെ അറസ്റ്റ് ചെയ്യുക. പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധം. വെള്ളമില്ലാത്തൊരു ഞാൻ തിരിയുടെ. കുഴപ്പമില്ല സാർ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അഡ്ജസ്റ്റ്മെന്റാ? അത് നടക്കൂല അഷ്ടാമൃത. സാറിന് അറിയാമോ, ഇവൻ രാവിലെ വിലക്കുള്ള ഗുളി കഴിച്ച് നിൽക്കുകയാണ്. ഇവനെന്തെങ്കിലും പറ്റിപ്പോയാ ചുമ്മാ ആട്ടി ഇറക്കിയത്. അയ്യോ, ഞാൻ വിലക്കുള്ള ഗുളി കഴിച്ചേ, എനിക്കിപ്പോ വിലയുള്ളവേ. വല്ല ചാമ്പ്യൻ പറിച്ചേ കാട്ടിൽ പോയി കുത്തിയേരി. സാർ ടോയ്ലറ്റ് പേപ്പർ കിട്ടുമോ? അമേരിക്കൻ കൾച്ചർ വേണ്ട സാർ, ചേമ്പിൽ മതി. സാർ, എൻ്റെ കുറേ തുണികൾ വാഷിങ്ങിൽ പെൻഡിങ്ങിലാണ്, കുളിച്ചിട്ടും ഇല്ല. എന്ത് ചെയ്യും? ആ, തുണി കഴിവാൻ വെള്ളമില്ല. ബോംബെ കൂടെ താമരാശൻ സാറിനെ അടിച്ചിറക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചിറക്കും. അതിന് ഞാൻ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് പരിഹാരം? ഇവിടെ നിന്ന് 4 കിലോമീറ്റർ പോയാൽ അപ്പുറത്തൊരു ആറുണ്ട്. അവിടെ പോയി നമുക്ക് ഇന്ന് കൂടാം. എന്ത് പറയുന്നു? കൂടാന്ന് പറയുമ്പോ എങ്ങനെയാണ് സാർ? ശങ്കര, എന്തൊരു വർത്താനോടാ പറയണത്? സാറിന്റെ മുഖം പഴുത്തിരിക്കണമെന്നേ ഉള്ളൂ. സാർ അങ്ങനെ താളൊന്നുമല്ല. സാർ, ഇവന് വേണ്ടി ഞാൻ മാപ്പ് വയ്ക്കുന്നു. സോറി സാർ, വൺ ഡൗട്ട്. ആരെന്ന് പറയുമ്പോൾ അവിടെ കുളിമുറി ഉണ്ടോ? കുളിമുറി മാത്രമല്ല, സാറിന്റെ അപ്പൂപ്പൻ പടുത്ത 3 BHK ഫ്ലാറ്റ് ഒരു 6ന്റെ നടുക്കുണ്ട്. മതിയാടാ നിനക്ക്? ശങ്കരൻ, സോറി സാർ, സാറിന്റെ അമ്മായിയപ്പം പടുത്ത. എടോ, തന്നെ പോലെ തന്നെ എന്റെ സ്റ്റീൽ ബോഡി പ്രദർശിപ്പിക്കാൻ എനിക്ക് നാണമുണ്ട്. എന്താടാ ചിരിക്കണേ? ചിരിക്കാരുടെ ശങ്കര, സാർ സ്റ്റീൽ ബോഡി എന്നൊക്കെ പറയും, നീ എന്തിനു ചിരിക്കുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീലാണോ സാർ? അപ്പോ നമ്മൾ ഇന്ന് പോകുന്നു. നമ്മളില്ല, നമ്മൾ പ്രതിഷേധം. കുളി നനയില്ലാത്ത നിന്നെ കാര്യം വിളിച്ചേ. പിന്നെ സാർ എന്തിന് കുറ്റിയും പറിച്ചോണ്ട് പോണത്? എടോ, തന്നെയൊക്കെ ഇവിടുന്ന് ടീസ് തന്ന് വിടാത്തിന്റെ കാരണം എന്തെന്നറിയാമോ? ഇല്ല, നീക്ക് ഇവിടെ തന്നെ പഠിച്ച് ഈ സ്കൂളിൽ കുളം തോണ്ടി. ഇനി ഇവിടെ നിന്ന് TC വായിച്ചിട്ട് പോയാൽ നീക്ക് വേറെ സ്കൂളിൽ പോയി അവിടെയും പോയി കുളം തോണ്ടും. സമ്മതിക്കില്ല ഞാൻ. മിസ്റ്റർ KP നമ്പൂരിപ്പാട്. സാർ, KP അഷ്ടാമൃത രാമാനുജൻ. താൻ ആരുടെങ്കിലും അനുജനായിക്കോട്ടെ, എനിക്കെന്താ. ഷാർപ്പ് 2 PM we have to go. Okay? Yes sir. എടാ, അവര് പോയ സ്ഥിതിക്കേ നമുക്കെന്തൊരു പരിപാടി? നമുക്ക് അവരുടെ കൂടെ പോവാം. പ്രതിഷേധം ബാക്കി ആരും പോയി പ്രതിഷേധിക്കാം. പണ്ടേ ഇതിന് പോയാൽ മതിയായിരുന്നു. ഇങ്ങേർക്ക് അലക്കന്നെ ബിസിനസ് തോന്നുന്നു കേട്ടാ. നല്ലപോലെ അലക്കണമെന്ന്. അവിടെ അലക്കലും പറക്കലും ഒന്നും ഇല്ലായിരുന്നാ സാറേ? കുറെ ഉണ്ടല്ല. കേടോ, ഇത് എന്റെ ഡ്രസ്സ് മാത്രമല്ല, മോന്റെ ഡ്രസ്സ് കൂടെ ഉണ്ട്. മോൻ പാവാടയൊക്കെ ഉടുക്കുമല്ലേ? വൈഫ് രാവിലെ ജോലിക്ക് പോകുന്നത് കൊണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ആരൊക്കെ തമ്മില്? ഞാനും പിന്നെ ഞാനും. താനെന്താടോ ഇരുന്ന് കാണിക്കുന്നേ? അലക്കുന്നു. ഞാൻ വിചാരിച്ച ആരും ഇരുന്ന് തിരുമേണമെന്നു. ശക്തമായ അലക്കടോ, അഴിക്കുക അങ്ങോട്ട് പോട്ടെ. ആ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിവാനും കുളിക്കാനൊന്നുമില്ലേ? നമ്മക്കെന്തായാലും അലക്കാതാണ്ട. ഒരു കൈലിയുണ്ട്, ഒരു യൂണിഫോം ഷർട്ടും ഉണ്ട്. അപ്പോഴിതൊന്നും മാറ്റൂലേടാ? മാറ്റും. ഇന്ന് ഈ ഷർട്ട് ഞാനിടും, പക്ഷെ നാളെ ഈ ഷർട്ട് ഇവനിടും. അതുപോലെ ഈ ഷർട്ട് ഇന്ന് ഞാനിടും, നാളെ എവയിടും. പക്ഷെ ഈ കയ്യിൽ ഞാൻ ആർക്കും കൊടുക്കൂല. നാറൂലേടാ രണ്ടെണ്ണത്തിന്? അതിനല്ലേ സാർ സ്പ്രേ. നല്ലതമ്മയന്തി കഥയിലെ അരയണം പോലെ കുണുങ്ങി 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 പെണ്ണും പാടുന്നുണ്ടല്ലോ ചെറുതായിട്ട്. സാറ് പാടോ? ഞാൻ പിന്നെ സാറ് പാടിയതിന്റെ പാടല്ല നെഞ്ചത്ത് ഇപ്പോഴും ഉള്ളത്. അപ്പോഴും നിനക്ക് ആ കഥ അറിഞ്ഞൂടാ? സാറ് നമ്മളെ കോളേജ് ഡയറന്നേ സ്റ്റേജിൽ കയറി നാ അടിച്ചാൽ താങ്ങ മട്ടെ 4 മാസം തൂങ്ങ മട്ടെ പാട്ട് പാടി. കുറച്ച് കഴിഞ്ഞതും ഏവനോ നെഞ്ചുകൊളൊക്കെ കല്ലെടുത്തെറിഞ്ഞ് കയറ്റി കൊടുത്ത്. പിന്നെ 4 മാസം സാറ് തൂങ്ങിയിട്ടുമില്ല, 4 മാസം കോളേജിൽ വന്നിട്ടുമില്ല. ഹോസ്പിറ്റലൈസ്ഡ് അല്ലേ സാറേ? ആ കല്ല് എന്റെ നെഞ്ചത്ത് ഇപ്പോഴും ഉണ്ട്. എവിടെയാ സാർ? നോക്കട്ടെ. അതല്ലടോ, ആ കല്ലിന്റെ പാട് എന്റെ നെഞ്ചത്ത് ഇപ്പോഴും ഉണ്ടെന്ന്. ആ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിടില്ല, കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് എന്റെ പാട്ട് അവനെ ഒരു റൂമിൽ ഒറ്റക്കിരുത്തി കെട്ടിയിട്ട് കേൾപ്പിക്കും ഞാൻ. ബ്യൂട്ടിഫുൾ റിവെഞ്ച്. ഞാൻ ഇപ്പൊ മ്യൂസിക് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മളൊരു മരണം കാണേണ്ടി വരും. സാറാ പാട്ടൊന്ന് പാടൂ, ഞാനൊന്ന് കേക്കട്ടെ. ആ, നാടിച്ചാ താങ്ക മാട്ടെ, 4 മാസം തൂങ്ങ മാട്ടെ, മോദം കഴിച്ച് വീട്ടിൽ പോയി സേര മാട്ടെ, എറിയടാ എറിഞ്ഞ് കേറ്റടാ കേരാ. അഷ്ടാമൃത, എന്റെ പാട്ട് എങ്ങനെ? ഒരച്ച് കഴിവാനാണ് സാർ.
സാറപ്പോഴും മീൻ പിടിക്കാൻ കരുതിക്കൂട്ടി തന്നെ അല്ലേ ഇങ്ങോട്ട് വന്നത്? ഏ അല്ല, മീൻ വലയൊക്കെ കിടക്കണം. അയ്യോ, ഇത് മീൻ വല അല്ല, ഇതെന്റെ ട്രൗസറാടോ. ഇതിടുമ്പോ എന്ത് സുഖാണെന്ന് അറിയാവോ തനിക്ക്? അതിനേക്കാളും അതങ്ങ് ഇടാതിരുന്നാ പോരെ, വെറും പൊത്തലികൾ മാത്രല്ലേ ഉള്ളൂ. പറ്റില്ല. സ്യൂട്ടിങ് അണ്ടർവെയർ ഈസ് ബെറ്റർ ഫോർ ഹെൽത്ത് അല്ലേടോ? സോറി സാർ, ഞാൻ കോണകത്തിന്റെ ആളാണ്. ഓ മൈ ഗാഡ്. സാർ, ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ? പിന്നെ ഒഴുകുന്ന വാട്ടർ അല്ലേ. pH ലെവൽ കൂടുതലാണെന്നാ തോന്നുന്നത്. വെള്ളത്തിനൊരു ചവർപ്പുണ്ട്. തുള്ളി 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 മഴയായി വന്നാനേ. ചുടി. സാർ, ഇതിലെങ്കിലും ഇടപെടരുത്. ഞാൻ ഒന്ന് പെടുത്ത് തീർത്തോട്ട്. അല്ലെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും കൾച്ചർ ഇല്ല സാർ. യെസ്, ട്രൂ. ആര് പറഞ്ഞാ നമുക്ക് കൾച്ചർ ഇല്ലാന്ന്? കഴിഞ്ഞ ആഴ്ചയും കൂടെ ചെയ്തതേ ഉള്ളൂ. ഏത് കൾച്ചറാടോ അത്? യൂറിൻ കൾച്ചർ. യൂസ്ലെസ് ഇഡിയറ്റ്സ്. വാ തുറന്നാൽ രണ്ടുപേരും പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും മാത്രമേ പറയുള്ളൂ. സ്കൂളിന് തന്നെ അപമാനം. അപ്പൊ ഞാനോ? നീ ഭയങ്കര അഭിമാനം. ഇത് കഴിയടാ. ഓഹോ, ശങ്കര, നമുക്ക് ഇവർക്കിട്ടൊരു പണി കൊടുക്കണ്ടേ? കൊടുക്കണം. ഇതാണ് പറ്റിയ അവസരം. നമ്മളെ പഴയ പരിപാടി തുടങ്ങിക്കോ. എന്താ ശങ്കരന് പറ്റിയ? ചതിച്ചല്ലോ ഭഗവതി. സാറേ, ശങ്കരന്റെ ദേഹത്ത് ഇവന്റെ മരിച്ചുപോയ മുതുമുത്തച്ഛൻ മുത്തുച്ചാമീര ബാധ കയറി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറും. അവസാനം രക്തം കണ്ടാലേ പോവുള്ളൂ. തുപ്പിയട പട്ടി. ഓ ജീസസ്, ചതിച്ചല്ലോ. ഇങ്ങനെ വരുമ്പോ താൻ എന്താ ചെയ്യാറ്? പഴയ ആളല്ലേ സാറേ, ഞാൻ രക്തമൊന്നും പറഞ്ഞോണ്ടേ ടൊമാറ്റോ സോസ് എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോഴും മണ്ടൻ അങ്ങ് പോവും. ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ കാണിക്കാൻ പറ്റൂല, ടൊമാറ്റോ സോസ് ഇല്ല. ശങ്കര വന്നപ്പോ കെച്ചപ്പെടുത്തോണ്ട് വരാനുള്ളതായിരുന്നു. സാർ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ശങ്കരൻ, സിറ്റ് ഡൗൺ. ടീച്ചറാണ് പറയുന്നത്. സിറ്റ്. കം ഓൺ. ശങ്കരനെ പോലെ തന്നെ അവന്റെ അപ്പനും തീരെ അനുസരണയില്ല. സാറേ, ജീവനെങ്കിൽ രക്ഷപ്പെട്ടു. ഇനി നിങ്ങളെ രക്തം കാണാതെ അവൻ പോവൂല. അപ്പൂപ്പാ, മുത്തച്ഛ. അയ്യോ, പാടോ കെ പി നമ്പൂതിരി. സാർ, അഷ്ടാമൃത രാമാനുജൻ. തന്റെ പേര് വിളിച്ചിട്ടുമ്പോഴേ അവന്റെ ചോര കുടിക്കും. വേണമെങ്കിൽ വേടോ. സാർ, എന്റെ കോണകം എന്റെ ജെട്ടിയുടെ അവിടെ കളഞ്ഞിട്ട് വന്നേക്കണം. അപ്പോഴാണ് എന്റെ കോണകം. ഇറങ്ങി ഓടരാ. ജീവൻ വേണമെങ്കിൽ. സാർ, ഓടാ പുല്ലേ. സാർ, എന്നെയും കൂടെ. മണ്ടന്മാര് വിശ്വസിച്ച് മതി ഓവറാക്കി മതി. പോയി പേടിച്ച് തൂറി. മൈൻഡ് ഇറ്റ്. ഞാനൊന്നുമില്ല. ആരാ ഇത്? വേണ്ടാത്ത സ്ഥലത്തേക്ക് ഇരുന്ന് നോക്കണ്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ലടാ കൃഷ്ണ. ആഹാ, ശങ്കര, ഇവരെ കയറി അറിയട്ടാ. നീ നിന്നറിഞ്ഞോ, ഞാൻ പോണ്. ശങ്കര, ധൈര്യം നീന്തി തൊപ്പിരടാ. അയ്യോ, മരുതാ നീന്തി വരണേ. സാറിന്റെ കളഞ്ഞു പോയി ചെട്ടി. അയ്യോ, എനിക്ക് നിന്നത്. ശങ്കര, ഓടറാ.